ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തേക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പെട്ടെന്ന് തോന്നിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആട്ടോ. അപ്പോൾ വലിയ കാര്യങ്ങളായിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സാധാരണക്കാരുടെ ഒരു സാധാരണ ജീവിതമാട്ടോ. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ടൊന്നും ഈ വീഡിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ കടയിലേക്ക് വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നതൊന്നല്ല. അപ്പം രാവിലെ തന്നെ ഞാനൊരു ഹെൽപ്പിന് വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇടയ്ക്കൊക്കെ കുഞ്ഞായിക്ക് ഇങ്ങനെ രാവിലെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാറുണ്ട് കേട്ടോ, വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ഡൗട്ട് കുഞ്ഞായിക്ക് ആരാണെന്നല്ല, നമ്മുടെ വാടക വീടിൻ്റെ ഓണറാട്ടോ. അപ്പോൾ ഈ ഒരു കടൻ്റെ ഓണറും ആൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇവിടെ വന്ന സമയത്തൊക്കെ ഇവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു 4 ദിവസമൊക്കെ വന്ന് നിന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വരാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കുട്ടികളെയും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസരമായപ്പോഴാട്ടോ ഞാൻ പിന്നെ വരാണ്ടായിപ്പോയത്. പിന്നെ ഇടയ്ക്കൊക്കെ കുഞ്ഞായിക്ക് എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ വിളിക്കുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വന്ന് നിന്ന് കൊടുക്കും കേട്ടോ. അതും കഴിയുകയാണെങ്കിൽ മാത്രമേ വരാറുള്ളൂ കേട്ടോ. കാരണം കുട്ടികളെയും കൊണ്ട് ജോലിയും കാര്യങ്ങളും പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുക്കുന്നതായിട്ട് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ വരാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോറ് തുറന്നാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പോകട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യം ഒരു ഗാർഡൻ ആയിരുന്നു. അപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ വളർത്തലുണ്ടായിരുന്നു, അതുപോലെ തന്നെ വിൽക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം കുഞ്ഞായിക്കൊക്കെ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ അത് അങ്ങനെ ആയിപ്പോയിട്ടോ. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അധികവും നമ്മൾ ഈ കടൻ്റെ ഉള്ളിൽ കൂടി തന്നെയായിട്ട് റോഡിലേക്ക് പോകുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ കട തുറന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു വഴിയിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ ആൾ പറഞ്ഞപ്പോഴേ എന്നോട് പറയുന്നു കേട്ടോ, കടൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നൊക്കെ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഇടാന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ ഇടാനായിട്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ഹോം ടൂർ പോലെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കാമെന്ന്. പക്ഷേ അതിനും സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം മടി തന്നെയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ദിവസം എന്തായാലും കണ്ടെത്തിയിട്ട് 2ൻ്റെ വീഡിയോ കൂടി അങ്ങനെ ഇടാന്ന്. ഇന്ന് ഏതായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോഴായിട്ട് രാവിലെ കുഞ്ഞായിക്കൻ്റെ വീഡിയോ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ വലിയ ആളൊന്നുമില്ല, തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേക്കാന്ന് കേട്ടോ. അപ്പോൾ മോനസ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ. ഒന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഓന് സ്കൂളുണ്ട്, രണ്ടാമത്തെ ആൾക്കും സ്കൂളുണ്ട് കേട്ടോ. പക്ഷേ ആൾ പോയിട്ടില്ല. അപ്പോൾ അവനെന്തായാലും നമ്മൾ പറഞ്ഞയച്ചു. കാരണം അവനെ പറഞ്ഞയച്ചിട്ട് നമുക്ക് വേറെ 2 സ്ഥലത്തൊന്ന് പോകാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകളൊക്കെ കൂടി അന്ന് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കട ഇത് തന്നെ കേട്ടോ. വേണമെങ്കിൽ അതൊരു മിനി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം. കാരണം ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പലചരക്ക് സാധനങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, പിന്നെ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ചെടിച്ചട്ടികളും, പിന്നെ അതുപോലെ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ആദ്യം എന്ന് പറയുന്നത് ഒരു ചെടിച്ചട്ടിയുടെ കട മാത്രമായിരുന്നു കേട്ടോ. പിന്നെയാണ് കുഞ്ഞായിക്കത് വലുതാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഒക്കെ അങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ നിൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. കാരണം ഞാൻ വന്നൊരു 4 ദിവസമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലാണ് വിചാരിച്ചത്. പക്ഷേ കഴിയുകയാണെങ്കിൽ ആർക്കും പറ്റും കേട്ടോ. നമ്മൾ കഴിയില്ലാന്ന് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി അധ്വാനിച്ചാൽ എന്തായാലും നമുക്ക് പറ്റും. പക്ഷേ എന്ന് വെച്ചാൽ എന്താ കാര്യമായിട്ട് വേണ്ടത് നമുക്ക് ക്ഷമയാണ്. കാരണം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാര്യമായിട്ട് ചെയ്ത് ഒരാൾക്കാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. കാരണം ഇപ്പോൾ 3 ആൾ കൂടിയില്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങളും പിന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കലും അതുപോലെ തന്നെ അവിടെയൊക്കെ നിൽക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെച്ചാൽ ഫുൾ ടൈം കുട്ടികളുടെ കൂടെ കടയിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ പൈസക്ക് അവർക്ക് മിഠായി വാങ്ങി കഴിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം നിൽക്കാണ്ടായി പോയത്. അങ്ങനെ പിന്നെ നമ്മുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതവിടെ സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വാടകയൊക്കെ നിന്നാൽ മതി, ഇടയ്ക്ക് ഒരു വീടൊക്കെ ആക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്ഥലമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 6 സെൻറ്റ് സ്ഥലം ഇങ്ങനെ അടുത്ത് തന്നെ ഉണ്ട് എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം വന്നിട്ട്. ചില കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ഭയങ്കര സാമ്യത കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഓരോ ബന്ധങ്ങളൊക്കെ കിട്ടും, കുറേ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് മുതിർന്നവരായിരിക്കാം, ചിലപ്പോൾ നല്ല പ്രായമുള്ളവരായിരിക്കാം, ചിലപ്പോൾ തീരെ പ്രായമില്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ കുട്ടികളായിരിക്കാം. പക്ഷേ നമ്മളോട് പെട്ടെന്ന് മിങ്കിളാവും കേട്ടോ. ഏതോ ജന്മത്തൊക്കെ കണ്ട പോലെ കേട്ടോ നമ്മൾ ഓരും തമ്മിലുള്ള ഒരു ഇടവേളകളൊക്കെ കണ്ടാൽ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നപ്പോഴും കുറേ ഫ്രണ്ട്സുകളെയും ബന്ധങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കിട്ടിയ കുറച്ച് ഫ്രണ്ട്സാട്ടോ നവാസ്കയും മുനീർക്കൊക്കെ. പക്ഷേ ഒക്കെ അവർ ആദ്യം അറിയായിരുന്നു കേട്ടോ. ഒക്കെ എൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ പ്രോഗ്രാമിനൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാട്ടോ ഞാൻ അവരായിട്ട് കമ്പനി ആയത്. അപ്പോൾ കുറേ ദിവസം മുന്നേ നമ്മൾ മുനീർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീട്ടിൽ ചെറിയൊരു സൽക്കാരം പോലൊക്കെ ഫുഡൊക്കെ ആക്കിയിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ പോയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടത്തേക്കുള്ളന്നത്തെ നമ്മളെ വരവ് തീരെ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് സ്ഥലം കാണാൻ വേണ്ടി പോയപ്പോൾ ഒന്ന് കയറിയെന്നുള്ളേ. പക്ഷേ ഇവിടെ ഫുഡൊക്കെ ആക്കിയിട്ടൊക്കെ ഭയങ്കര സൽക്കാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നൂസ് പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാവരോടും ഇണങ്ങി കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ. പക്ഷേ ഇച്ചൂസ് ആണെങ്കിൽ എപ്പോഴത്തേയും പോലെ തന്നെ വാപ്പൻ്റെ മടിയിൽ ഇരിപ്പന്നതിനെ. പിന്നെ ഉപ്പനെ ഉമ്മനെ പറ്റിയിട്ട് പറയാണ്ട് കേട്ടോ. ഉമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ട് ഉമ്മ അങ്ങനെ പോയിട്ടോ. ഞാൻ ഹസ്ബൻഡ് ഉമ്മനെ ഉപ്പനെ പറ്റിയിട്ടാട്ടോ പറയുന്നത്. വൈഫും മോളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം നമ്മളെല്ലാവരുടെയും പ്രൈവസി നോക്കണ്ടേ, അവർക്ക് ഇഷ്ടമാണ്
ശരിയാണോ ഇല്ലെന്ന് അറിയാണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ തന്നെ വേറൊരു സ്ഥലം ഉണ്ടായിട്ട് അത് 4 സെൻറ്റ് സ്ഥലം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ 6 സെൻറ്റ് ഉള്ളതിനെക്കാട്ടി ഇവിടെ വന്ന് നിൽക്കാനാട്ടോ താല്പര്യം. കാരണം വെച്ചാൽ ഇവിടെ ആണല്ലോ ഉമ്മയൊക്കെ ഉള്ളത്, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ. അപ്പോൾ മുന്നേ എൻ്റെ കുട്ടികളെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടപ്പോൾ ഉമ്മേനെ കണ്ണ് നിറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടോ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും സന്തോഷമൊക്കെ തോന്നിയിട്ടോ. കാരണം സ്നേഹിക്കപ്പെടാനൊക്കെ വരുന്നത് ഏറ്റവും വലിയ വാക്യമാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് കയറിയപ്പോഴേക്കും നമ്മൾ അറിഞ്ഞ ആൾക്കാരൊക്കെ അതായത് നമ്മളോട് അറിഞ്ഞ ആൾക്കാരൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര സ്നേഹം. അതിനുശേഷം പിന്നെ അവർക്കതൊക്കെ നമ്മൾ എനിക്കിങ്ങനെ വാസ്കനോട് പറയും പോലെ കേട്ടോ. എന്തായാലും ഒരോട് നമുക്ക് ഇവിടെ തന്നെ എവിടെയൊക്കെ വീട് നോക്കി കൊടുക്കാം, സ്ഥലം നോക്കി കൊടുക്കാൻ വരാൻ പറയുന്ന കുട്ടികളെ ഓളെയും മക്കളെയൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമാവുന്ന സന്തോഷം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഇങ്ങനെ ആളും പറയലുണ്ടൊക്കെയും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട്. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ ലിസ്റ്റ് ഇടാൻ കേട്ടോ. കാരണം എടുക്കുന്ന സൂപ്പർ മാർക്കറ്റ് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് കുറേ ദിവസമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇന്ന് തോന്നിയിട്ട് പോകാൻ ചോദിച്ചിട്ടോ. അങ്ങനെ ഞാനിതാ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോനസ് ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്തിനൊക്കെ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കുന്ന ബീച്ചിലേക്ക് ഒന്ന് പോകാമെന്ന്. കാരണം നാളെ സൺഡേ അല്ലേ, കുട്ടികൾ സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്തിരി വൈകിട്ട് കിടന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് രാത്രി ഒന്ന് പോകാമെന്ന്, ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് സാധനം കൂടി വാങ്ങാച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടോ. വലിയ ആൾ പോലെ ബില്ലൊക്കെ എഴുതി വെച്ചിട്ട് അതൊക്കെ എടുത്തു കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ജസ്റ്റ് എനിക്ക് ഓർമ്മയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി ബില്ലൊക്കെ ആക്കലോ കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുട്ടികളും കൂടി ഉണ്ടായിരുന്ന ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോട് കാറിലിരിക്കാൻ വന്നപ്പോൾ ഒരു ഇരുന്നില്ല കേട്ടോ. ഒരു നമ്മുടെ കൂടെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തെജിർക്ക ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ മൂപ്പര് നോക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ കുട്ടികളെ ഇരുന്നില്ല. അപ്പോൾ നമ്മൾ കൂടെ അങ്ങനെ ഒരു കൂടി വന്നപ്പം ഒരേ നോക്കുന്നതും കൂടി ആയപ്പോൾ കുറച്ച് ടൈം അവിടെ പോയി. പിന്നെ ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ബീച്ചിലെത്തുമ്പോഴേക്കും 10 മണി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മന്തി കഴിക്കാമെന്ന് വെച്ചിട്ട് നെഹദി മന്തി പോയി നോക്കുമ്പോൾ അവിടെ പിന്നെ കട അടച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും ടൈമായില്ലേ. അപ്പോഴേക്കും പിന്നെ നമ്മൾ സൂഫി മന്തി പോയി അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചപ്പോൾ കുട്ടികളാണെങ്കിൽ നല്ല ഉറക്കമായിട്ട്. അപ്പോൾ അവരെ വിളിച്ച് വളർത്തിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നെ നമ്മൾ ഓടിക്കിട്ട് കുട്ടികളെ കച്ചിലും കാര്യങ്ങളും കാണുമ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. കുറച്ച് മന്തി പാർസൽ വാങ്ങിയിട്ട് നമ്മൾ ബീച്ച് വന്നിരുന്ന് കഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾ കളിയും കാര്യങ്ങളും ആയി നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും ടൈം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഹായ്, അപ്പോൾ ആ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം കുട്ടികൾ നല്ല രീതിക്ക് അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാമെന്ന്. എന്താ വെച്ചാൽ 3 നാൾ കൂടി കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടോ. പിന്നെയാണോ ഓരോന്ന് റെഡി ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത് ആ സമയത്തൊക്കെ പോകുമ്പോൾ ഒരു കുറച്ച് കളിക്കുമെന്ന് നോക്കാം കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിച്ച മതി പ്ലാൻ ചെയ്ത മാതിരി ഒന്നും ആയില്ല. കാരണം എന്താ വെച്ചാൽ അവർ പകലൊന്നും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വൈകുകയും ചെയ്തല്ലോ. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല വൈകിയപ്പോൾ പിന്നെ അവർ ഉറങ്ങിപ്പോയി. പിന്നെ ഫുഡ് കഴിക്കാനൊന്നും കൂട്ടാക്കിയില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ പിന്നെ ലൈറ്റിനിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലോ, അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് എടുക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഒന്ന് ഒരു ഫൈനലായിട്ടൊരു വീഡിയോ കൂടി എടുക്കാമെന്ന് കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.